ഈശ്വര, അച്ഛനാണല്ലോ മഞ്ചാടിയുടെ ഫോണിൽ വിളിക്കുന്നത്. ചേച്ചി, 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 ദേ അച്ഛൻ മഞ്ചാടിയെ വിളിക്കുക. എന്താ ചെയ്യണ്ടേ? ഇനിയിപ്പോ അച്ഛൻ എന്തെങ്കിലും അറിഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കും. ഏയ്, അച്ഛൻ എന്തറിയാനാ? അറിഞ്ഞാലും മഞ്ചാടി അച്ഛൻ വിളിക്കില്ലല്ലോ. നീ ഫോണിങ് താതേ. കട്ടായാലും ഫോണ് ലോക്കായതുകൊണ്ട് ഇതിന്ന് തിരിച്ചു വിളിക്കാനും പറ്റില്ല. മഞ്ചാടി മോള് ചിലപ്പോ ക്ലാസ്സിലായിരുന്നിരിക്കും. ഇപ്പൊ വിളിക്കണ്ടായിരുന്നു. മക്കൾക്ക് എന്തെങ്കിലും നല്ല കാര്യം വരുന്നു എന്നറിയുമ്പോ മനസ്സിങ്ങനെയാ, ഒന്നിനും ഒരു ക്ഷമ കാണിക്കില്ല. ആ അച്ഛന്റെ കൂടെ വന്നൊന്നറിയുമ്പോ മോളിങ്ങോട്ട് തിരിച്ചു വിളിക്കും. അച്ഛൻ വീണ്ടും വിളിക്കുമെന്ന് തോന്നില്ല. മഞ്ചാടി തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിക്കും. ഇനി അച്ഛൻ വിളിച്ച എന്തു പറയും മക്കളെ? തൽക്കാലം മഞ്ചാടി ഫോൺ എടുക്കാതെ കോളേജിൽ പോയെന്ന് പറയാം. വേറെ ഒരു വഴിയുമില്ല. എങ്കിൽ അച്ഛൻ തിരിച്ചു വിളിക്കുന്നത് കാത്തു നിൽക്കാതെ ചേച്ചി ചേച്ചിയുടെ ഫോണിൽ നിന്ന് വിളിച്ചു പറ. അച്ഛൻ ചിലപ്പോ രാത്രിയിലാണ് വിളിക്കുന്നതെങ്കിൽ മഞ്ചാടി കോളേജിലാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരിയാ. ആ മോളെ മഞ്ചാടി, നീ ക്ലാസ്സിലായിരുന്നു? അച്ഛാ, ഞാൻ അനുവാ. അനുമോളായിരുന്നു? മഞ്ചാടിയുടെ ഫോണിലേക്കല്ലേ ഞാൻ വിളിച്ചത്? അതെ, അച്ഛൻ വിളിച്ചത് മഞ്ചാടിയുടെ ഫോണിൽ തന്നെയാ. അവള് കോളേജിൽ പോകുമ്പോ ഫോൺ ഇവിടെ വെച്ച് മറന്നു. ഓ, അത് ലോക്കായതുകൊണ്ട് അതിന്ന് തിരിച്ചു വിളിക്കാനും പറ്റില്ല. അതാ ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചത്. ഇങ്ങോട്ട് കോള് വന്നപ്പോ ആരാണെന്നൊന്നും ഞാൻ നോക്കിയില്ല. മോളെ, നിനക്ക് മോനും സുഖാണല്ലോ അല്ലേ? അതെ അച്ഛാ, ഞങ്ങൾക്ക് സുഖം തന്നെയാ. അച്ഛൻ മഞ്ചാടിയെ വെറുതെ വിളിച്ചതാണോ? അങ്ങനെ വെറുതെ വിളിച്ചാണെന്നൊന്നും പറയാൻ പറ്റില്ല. മഞ്ചാടി മോളോടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചത്. എന്ത് കാര്യം അച്ഛാ? എന്നോട് പറയാൻ പറ്റുമോ? നിന്നോട് പറഞ്ഞ ചിലപ്പോ നീയും അച്ഛൻ ഈ കാര്യം മഞ്ചാടിയോട് സംസാരിക്കണ്ടെന്ന് പറയും. അമ്പിളി ഇപ്പൊ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതെ, മഞ്ചാടി മോൾക്കിത് നല്ല സമയാ. അവളെ തേടി വന്ന ഒരു മഹാഭാഗ്യത്തെക്കുറിച്ച് പറയാനാ അച്ഛനിപ്പോ വിളിച്ചത്. അത് അവളോട് പറഞ്ഞതിന് ശേഷം നിങ്ങളൊക്കെ അറിഞ്ഞാ മതി. എന്താ? ശരി അച്ഛാ, അച്ഛന്റെ ഇഷ്ടം. മഞ്ചാടി വന്നാ ഞാൻ അച്ഛനെ വിളിക്കാൻ പറയാം. ഇനി മോളോട് അച്ഛൻ പറയാത്തതില് വിഷമമൊന്നും തോന്നണ്ട കേട്ടോ. എല്ലാം നമ്മുടെ മഞ്ചാടി മോൾക്ക് വേണ്ടിയാ. വിശദമായിട്ട് അത് അച്ഛൻ പിന്നെ പറയാം. അച്ഛനോട് എന്തെങ്കിലും കാര്യത്തില് എനിക്ക് വിഷമം തോന്നൂ? ശരി മോളെ, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. വെക്കട്ടെ? എന്താ മോളെ, എന്തു പറ്റി? അച്ഛൻ എന്താ പറഞ്ഞേ? അല്ല, അദ്ദേഹം വല്ലതും അറിഞ്ഞോ? ഇല്ല ഭാനുമേ, അച്ഛൻ ഇപ്പോഴും ഇളയ മകളുടെ കാര്യത്തില് വലിയ പ്രതീക്ഷയില്ല. അവൾക്ക് എന്തോ ഭാഗ്യം വരാൻ പോവാത്രേ. അത് മഞ്ചാടിയോട് നേരിട്ട് പറയാൻ അച്ഛൻ വിളിച്ച്. എല്ലാ ഭാഗ്യം ഇപ്പൊ അവളെ തേടിയാണല്ലോ വരുന്നേ. ഇതൊക്കെ അച്ഛനെ കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ. ഈശ്വര, എന്തെങ്കിലും മഞ്ചാടിയെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അവളെ എന്നേക്കുമായി കൈവിട്ടു പോവും. ആ ഒരവസ്ഥ വരുത്തല്ലേ. മഞ്ചാടി അന്വേഷിച്ചു പോയവർക്ക് അവളെയും കൊണ്ട് തിരിച്ചു വരാൻ പറ്റണ ദൈവമേ.